ഹലോ കിഡീസ്, അപ്പോൾ വിയറ്റ്നാമിൻ്റെ ഡേ 2 ട്രിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൂച്ചി ടണലും മാങ്കോ ഡെൽറ്റയും കാണാനായിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് കൂച്ചി ടണലിൻ്റെ വിശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ഇവർ നമ്മൾ ആദ്യം കൊണ്ടുപോയത് ഈ വാറിലൊക്കെ പങ്കെടുത്ത് പരിക്ക് പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് തൊഴിലവസരം എന്നുള്ള രീതിയിൽ അവിടുത്തെ ഗവൺമെൻറ് ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, അതിലേക്കാണ് ആദ്യം നമ്മൾ കൊണ്ടുപോയത്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു. അതിനുശേഷമാണ് നമ്മൾ കൂച്ചി ടണലിലേക്ക് പോയത്. കൂച്ചി എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അമേരിക്ക വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് അവിടുത്തെ ആൾക്കാർ ഒരു 200 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമിയുടെ അടിയിൽ കുറച്ച് ടണലൊക്കെ ഉണ്ടാക്കി. അതിലിരുന്നിട്ടായിരുന്നു ഇവർ അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ വഴി കാണുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൂച്ചി ടണൽ. കൂച്ചി ടണലിൽ എത്തിയിരിക്കുകയാണ്. വിയറ്റ്നാം വാർ നടന്ന സമയത്ത് ഇവര് അമേരിക്കയും വിയറ്റ്നാമായിട്ട് ഒളിപ്പോരാളി ഗറില്ല യുദ്ധ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു 200 കിലോമീറ്ററോ സംതിങ് ഉള്ളൊരു ടണലുണ്ട് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ അതിനകത്തായിരുന്നു ഇവരുടെ യുദ്ധതന്ത്രങ്ങൾ, പിന്നെ ആയുധം, അങ്ങനെയൊക്കെയുള്ള പരിപാടി ഇതിൻ്റെ അകത്തായിരുന്നു. ഇവര് ഈ ഒരു ടണലിൽ ഒരുപാട് വർഷങ്ങളായിട്ട് താമസിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ ജീവിച്ച് അവിടെ തന്നെ ഇരുന്നാണ് ഇവര് വാർ ചെയ്ത് ഓടുന്നത്. അപ്പൊ നമ്മൾ ആ ടണലിൽ കാണാനാണ് ഇപ്പൊ പോണത്. അപ്പൊ നമുക്ക് വഴി കാണാം. നമ്മുടെ ജമന്തി അല്ലേ ഇതിന്റെ പേര്? ജമന്തി ഉണ്ട്. അതെ, നല്ല രസത്തിൽ നിൽക്കുന്നില്ലേ? ഇത് ഇത്രയും പൂ പിടിച്ചാലേ ഒരു രസമുള്ളൂ അല്ലേ? അത് ഒന്നും ഒറ്റയായിട്ട് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞ രസമില്ലല്ലോ. മാങ്ങ മാങ്ങ നമ്മുടെ കേരളം പോലെ തന്നെ എല്ലാ കാലാവസ്ഥയും പിന്നെ കേരളത്തിലൊക്കെ കിട്ടണ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറെ മാങ്ങയുണ്ട് ലേഡി. തോക്ക്. Alright, good morning ladies and gentlemen, welcome to Gucci Tunnel, and we can see over there, this is the Gucci district map from 1954 to 1975. ഒരു കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പണിയായിരുന്നല്ലേ? US ആർമീനെയൊക്കെ തുരത്തണങ്ങേ. തിരിച്ചടിച്ചല്ലോ. ചില്ലറ കളിയൊന്നല്ല അപ്പൊ കളിച്ചു നോക്കണ്. ആ പടക്കം പൊട്ടും ശബ്ദം തോക്കില്ലേ? ഓ, കൊളം പറ്റിയ കൊളം. So when we are walking around here, we can see many bomb crater like this, okay? And if you see the bomb crater, this means you can go over here. അത് കൊളായിരുന്നില്ല, അത് ബോംബ് വീണതാ. നീ ടണലിൽ ഇറങ്ങുമോ? അറിയില്ലേ, നോക്കാം. ഞാൻ ഇറങ്ങും, എനിക്ക് ഇറങ്ങണം. അല്ലേ, പണ്ടത്തെ നമ്മുടെ ഒരു നാട്ടും പുറത്തൂടെ നടക്കുന്ന പോലല്ലേ? ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഐ മീൻ Looking, go. 然后美军他们寻找到他们可以有 sunglass Raise your hand, right? And close the door. 跟地道系统一样，100%跟国营的一样。大部分出不来，他妈的。他们有镀层胶它这个时候会比较黑，所以这边还有被扩大广大的扫描。然后我们进去的时候还有用这个是射电胃酸来整胃。卡在里面了。
How long they survive the tunnel? Yeah, without oxygen. ഓക്കേ. Raise your hand, raise your hand, raise your hand, raise your hand. Right. 2 hands up. Right. Go ahead. 1. You have too much muscle. Oh man, Professor Salon. Alright, next one. I need somebody not much muscle. Too much longer. Only problem. Alright, brother. Okay. That's pretty good. Getting some video for memories. നിമിഷ No, okay, make a line here. After this thing, take out your things. Take out your things if you want to try. ഞാൻ ഫോട്ടോ എടുക്കാം. And cameraman over there. Cameraman over there. Who want to try and make a line here? ഓക്കെ പോര്. Yeah, the parts are small. Small like your wife's size. No. Small like for your wife's Right. size. And for you. 1, 2, 3. Shake it. To make my video, I will Okay. I'll take your video. I can take your video. Okay. Do you want me to And if rainy day, coming out to the river. So right now, you can come inside this entrance to take a picture and come back with me. Okay. One by one, you can come inside and take a picture. Okay, don't go too far. fit our body. Okay, let's try sing this. Do you want to go in, നിമിഷ? ആ? നിനക്ക് പോണോ അതോട്ട്? എന്താ? This is the air ventilation hole, one of the way connect with the tunnel for the oxygen for breathing. But coming here from 1965, were destroyed by the landmine of the Vietnamese soldier from 1970. During Vietnam War, the Vietnamese soldier they are used suicide bomb for destroy the tank too. You can imagine we have a stick like this, and we have put the bomb on the top. After that, Vietnamese soldier will hold the stick and run into the tank, or we are through the bomb to the tank. Okay. वो जो रामा This is the इसमें सब ये बहुत सारे रखा हुआ है. ഇത് ഇങ്ങനെ ഒരാള് വന്ന് നടന്ന് ഇതിൽ വീണ പിന്നെ ആൾക്ക് വരാൻ പറ്റില്ല, പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. AK-47 ഒക്കെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് മിലിറ്ററി വർക്ക്ഷോപ്പിലേക്കാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗുജി? നമ്മൾ AK-47 എടുത്ത് 10 റൗണ്ട് വീഡിയോ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ കണ്ടിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടിയിലും ഫ്രീ ഫയർ കളിക്കുമ്പോഴും നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ AK-47 അന്വേഷിച്ചുള്ള നടത്താണ്. ഇപ്പൊ നമുക്ക് ഒറിജിനലായിട്ട് AK-47 വെടിവെക്കാൻ കിട്ടും. ബുള്ളറ്റിന് ഭയങ്കര പൈസയാണ് കേട്ടോ. നമ്മളൊരു 10 ബുള്ളറ്റ് വാങ്ങി. ബുള്ളറ്റിന് തന്നെ US ഡോളർ $23-25 എന്നാ പറഞ്ഞത്. പൈസയുണ്ട്. പക്ഷേ നമ്മളെടുത്ത് 2 വെടിയെങ്കിലും ഇങ്ങനെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയണല്ലേ, ഇതുവരെ ലൈഫിലൊരു ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഒറിജിനലി കിട്ടുന്നൊരു ഇതല്ലേ, സാധാരണ വേറെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. നല്ല സൗണ്ട് കേൾക്കണില്ലേ? നമ്മളവിടെ എടുത്താറായി നോക്കാം. അവിടെയാണ് പരിപാടി നടക്കുന്നത്.
Are you excited, Nimisha? Yes, of course. ഫ്രീ ഫയറിലെ പോലെ എനിമീനും കൊണ്ട് നിർത്തും. എനിമിനെ വേണ്ട. നല്ല ഓക്കെ. അപ്പോൾ ആദ്യം പോയിട്ട് AK-47 ആണ് ട്രൈ ചെയ്യണത്. ഞാൻ ജസ്റ്റ് പിസ്റ്റല് 10 ബുള്ളറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. Look here. Show her. And to the right, No. boating. ഒന്നും കൊണ്ടില്ല. പക്ഷെ അത് അടിപൊളി. തിരിച്ച് നമുക്ക് അടിക്കണത് നമ്മുടെ കൈയൊക്കെ തിരിച്ചിങ്ങോട്ട് ഭയങ്കര ഫോഴ്സ്. നമ്മൾ ഓരോ ബുള്ളറ്റ് അങ്ങോട്ട് പോകുമ്പോഴും നമ്മളറിയും ഇത് കാണുന്നത്ര എളുപ്പമൊന്നല്ല. തോക്കെടുത്ത് വേണ്ടി വിൽക്കണം എന്ന് മനസ്സിലായി. എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ചൊന്നുമില്ല. ഞാനും പൊളിച്ചില്ല. കൊള്ളുമോ അത് എനിക്കറിയില്ല. അത് ആര് ചിലപ്പോൾ ഉണ്ടല്ലോ അത് കൊള്ളും, കൊണ്ട് കാണും. ചില ആ ബോർഡിൽ കൊണ്ടിട്ട് അതിന്റെ പുറകിലല്ലേ മനസ്സിലായേ? അതായത് നമ്മൾ വെടിവെക്കുമ്പോൾ ഭയങ്കര റെസിസ്റ്റൻസ് ആണ്. റീകോയിൽ. യെസ്, റീകോയിൽ. അതാണ് അതിന്റെ പേര്. To the river, we will throw the clay to the river too. Okay, Alright, ladies and gentlemen. So during Vietnam War, the Vietnamese soldier recycle the rubber tire for make the sandal like this. ഓക്കെ, നമ്മൾ ടണലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ടണല് അല്ലേ? അയ്യോ, ഞാൻ Oh fuck! What are you doing, Divisha? നീ എന്താ കളിക്കുന്നേ? പറ്റണ്ട്. അയ്യോ, ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കയറി. നമ്മളതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് ഫോണൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. ഒടുക്കത്തെ കഠിനാധ്വാനം വേണ്ട ഒരു പണിയായിരുന്നു അത്.
ഇവരെങ്ങനെയാണ് അതിന്റെ ഉള്ളില് ഇതേപോലെ അവരുടെ ഒരു ബിൽറ്റ് ഡിഫറെന്റ് ആണ്. ആ അത് തിന്നാണ്, അവർ ഭയങ്കര തിന്നാണ്. അവര് പറഞ്ഞത് സോൾജേഴ്സിനൊക്കെ ഒരു 40 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം ഹൈറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവര് ഇത്ര അധികം ഇങ്ങനെ ചെയ്തത്. എന്നാലും ഇത് ഭയങ്കര കപ്പ തിന്നോണ്ടിരിക്കുക. ഇവിടെ ചമ്മന്തി അല്ല, അവര് ഉപ്പും പിന്നെ എന്തോ തരം കുരുമുളകും ഒക്കെ ഇട്ടിട്ട്. കുരുമുളക്, കപ്പലണ്ടി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരുന്നു തോന്നുന്നു നമ്മുടെ സോൾജേഴ്സിന്റെ ഭക്ഷണം. ആ ടണലിൻ്റെ കൂടെ നടന്നിട്ട് നല്ല പാടുള്ള പണിയായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ വീഡിയോ ചെയ്തു, പിന്നെ അത് നിർത്തി. ഇത് പിടിക്കാനും അതിൻ്റെ ഉള്ളിൽ കൂടെ ഉരുളാനും ഒന്നുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞാൻ ആനേനെ പോലെ മുട്ടുകുത്തി കളഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത്. ഈ ചെക്കൻ ഫ്രോഗായിരുന്നു. കർലാസപ്പൂ, സൂര്യകാന്തി പൂ. ഏത് ആ മുള്ളുള്ളതാ? ഓക്കെ, അപ്പൊ ഗൂച്ചി ടണലിന്റെ ഗൂച്ചി ടണലിന്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ഹോൾസം എക്സ്പീരിയൻസ് തരാനായിട്ട് ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഗൈഡുകളുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും, പിന്നെ അവിടെ കുറച്ച് എക്സ്പീരിയൻസുകൾ നമുക്കുണ്ട്. അതെന്ന് വെച്ചാൽ ആ തോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയാണ് ഒരു റിയൽ ഗണ്ണ് വർക്കാവുന്നത്. പിന്നെ ടണലിലൂടെ പോയതും മാരകമായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അവരുടെ കൾച്ചർ നമുക്ക് ഒരു മിനി ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർ തന്നോക്കാണ്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. ഓക്കെ, അപ്പം നമ്മൾ ശരിയാട്ടോ, എല്ലാം നല്ലതായിരുന്നു. ഏറ്റവും അവസാനം അവരൊരു ഹിസ്റ്ററിയുടെ വീഡിയോ കാണിച്ചു. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉറക്കം വന്ന് ഒരു കിടക്ക കിട്ടിയാൽ അവിടെ കിടന്ന് ഉറങ്ങുമെന്നുള്ള സ്ഥിതി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഈ നമ്മുടെ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ് ലഞ്ച്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മൾ ആ മറ്റേ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിലൊക്കെ കിടന്ന് ഉറങ്ങി. അങ്ങനെ മെക്കോൺ ഡെൽറ്റ എന്ന് പറഞ്ഞ റിവറിൽ വന്ന് ചേർന്നിട്ടുണ്ട്.